നമ്മുടെ നാട്ടിലെ എക്സാം ആക്ച്വലി ഒരു മെമ്മറി ടെസ്റ്റ് ആണ് ആക്ച്വലി. ആസ് എ ഗേൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഗേളിന് പറ്റില്ല എന്നുള്ള രീതിയിലല്ല, നമുക്ക് എന്നാലും സൊസൈറ്റിയിൽ കുറച്ച് നോംസ് കാര്യങ്ങളൊക്കെ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി ഉണ്ട്, അതിൽ നമുക്ക് ആക്ച്വലി ഫ്രീ ആക്സസ് ആണ്. അക്കോമഡേഷൻ്റെ കേസിൽ ഞാൻ പോകുന്ന ആ സമയത്ത് ഒരുപാട് സ്കാമുകൾ ഹാപ്പൻ ചെയ്യുന്നതായിരുന്നു. അതായത് നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ അവർ കാണിച്ചു തരും, എന്നിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യും, അവിടെ എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒന്നായിരിക്കും. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ജോബിലേക്ക് എല്ലാവരും നോക്കുക. യൂണിവേഴ്സിറ്റീൻ്റെ അക്കോമഡേഷൻസ് കിട്ടാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പക്ഷേ ഐ തിങ്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് യൂഷ്വലി പെട്ടെന്ന് ഫില്ലായി പോകും. ഹായ് എവരിവൺ, വെൽക്കം ടു ദി ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് യൂണിറ്റോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് അൻസല ആൻഡ് മോമിന. സോ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഹായ്, ഐ എം അൻസല അക്ത. ഇപ്പോൾ കറൻ്റ്ലി MSc ക്ലിനിക്കൽ ചൈൽഡ് സൈക്കോളജി UK ആംക്ലിയർ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഹായ്, മോമിന. ഞാൻ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആണ്, നാട്ടിൽ നിന്നാണ് ചെയ്തത്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നതിനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡിൽ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അൻസല ഇപ്പോൾ UK ഡിഗ്രി കഴിഞ്ഞു, മോമിന ഇന്ത്യയിൽ ഡിഗ്രി കഴിഞ്ഞു. സോ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് ആസ് എ ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ആസ് എ UK അബ്രോഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ, അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം അൻസലയിലേക്ക് തന്നെ വരാം. എന്താണ് UK എന്ന കൺട്രി, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കണം അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് കുറച്ചുകൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ റിസർച്ച് ഏകദേശം ഒരു 2 years റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ അവിടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ഓവറോൾ എക്സ്പോഷർ, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അബ്രോഡ് പോകുന്ന സമയത്ത് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ചൂസ് ചെയ്യാനുള്ള കാരണം. ഇന്ത്യയിൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ആക്ച്വലി നമുക്ക് മുന്നേ അബ്രോഡ് സ്റ്റഡീസിനോടുള്ള എക്സ്പോഷർ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. യെസ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും കൂടുതൽ എക്സ്പോസ്ഡ് ആണ് നമ്മൾ. അതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള അവൈലബിൾ റിസോഴ്സസിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ലൈക്ക് നമുക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ജോബിലേക്ക് എല്ലാവരും നോക്കുക. നമ്മളെ കേസിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡീപ്പർ നോളജ് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഒരു തിയററ്റിക്കൽ ബേസിൽ ഒരു ലൈക്ക് എല്ലാ ഏരിയാസിലുള്ള തിയററ്റിക്കൽ ബേസിസ് ഓൾവേസ് കവർ ചെയ്തിട്ടാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഒരു സിലബസ്. പക്ഷേ അതിൻ്റെ റിവിഷൻസ്, അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എക്സ്പോഷർ കൂടിയിട്ടുണ്ട് അബ്രോഡ് സ്റ്റഡീസിനും അല്ലെങ്കിൽ വേറെ കൺട്രീസിൽ പോയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അന്നത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അബ്രോഡ് ചൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കും, അബ്രോഡ് ചൂസ് ചെയ്യാന്നുള്ളത്. മെയിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് അവേഴ്സ് നമ്മൾക്ക് ഇപ്പോൾ കേസ് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് 8 to അല്ലെങ്കിൽ 9 to ഒരു 4 വരെയൊക്കെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എബ്രോഡ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഡെയിലി 2 മണിക്കൂറൊക്കെ ക്ലാസ്സുള്ളൂ, 2 hours ക്ലാസ്സിൽ വന്നാൽ മതി, അപ്പോൾ വീക്ക്ലി ഇത്ര അവേഴ്സ് മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് അവേഴ്സിൻ്റെ ബേസിൽ? ഓക്കെ, ആക്ച്വലി എനിക്ക് വീക്ക്ലി ഒരു ഡേ ക്ലാസ് ഉള്ളൂ. ആകെ ഒറ്റ ഡേ മൺഡേ മാത്രമേ എനിക്ക് ക്ലാസ് ഉള്ളൂ. മോർണിംഗ് 10 o'clock to 2 o'clock അതാണ് എൻ്റെ സ്കെഡ്യൂൾ വരുന്നത്. 3-4 hours വെച്ചിട്ട് ആയിട്ടായിരിക്കും നമുക്ക് സെഷൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഡേ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ നമുക്ക് ഇവിടെ, അതായത് നാട്ടിലൊരു സിസ്റ്റം എന്ന് വെച്ചാൽ സ്പൂൺ ഫീഡിങ് ആണ്.
നമുക്ക് എന്താണോ ഇതാക്കിയത് ടീച്ചർ അത് കറക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്. അവിടെ അതല്ല, ഇഫ് യു വോണ്ട് ടു ഡു യു ഹാവ് ടു ഡു ബൈ യുവർ സെൽഫ്. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അതിൽ കുറച്ചുകൂടെ ഡീപ്പർ നോളജ് ഉണ്ടാവുക. കാരണം ഈ ഒരു 1 day ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള 5 ദിവസം അത് നമുക്ക് നമ്മൾ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള സമയം. അതായത് ഇപ്പോൾ അവർ ഏതെങ്കിലും ടോപ്പിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട്, എനിക്ക് ആക്ച്വലി എക്സാംസ് ഇല്ല, നമുക്ക് എക്സാമേ ഇല്ല, അസൈൻമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഓരോ ടോപ്പിക്കിൽ വെച്ചിട്ട് അസൈൻമെന്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ അസൈൻമെന്റ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ പോലെ ലൈക്ക് ക്ലാസ്സിൽ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് പറയും, അന്ന് രാവിലെ ആരെങ്കിലുമൊക്കെ നോക്കി എഴുതും. ഐ മീൻ എല്ലാവരും ഉണ്ടാവില്ല, പക്ഷെ മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല അവിടുത്തെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി നമ്മളവിടെ അസൈൻമെന്റിൽ ഒരു പോയിന്റ് എഴുതാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് 2 ബുക്കിൻ്റെ റെഫറൻസ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഏത് ബുക്കിൽ നിന്നാണ് അത് റെഫർ ചെയ്തിട്ടുള്ളത് ആ റെഫറൻസ് ആ സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ കൊടുക്കണം. നമ്മൾ റെഫർ ചെയ്തിരിക്കുക അറ്റ്ലീസ്റ്റ് 2 എണ്ണം വേണം മിനിമം. അപ്പോൾ അത്ര ബുക്ക് നമ്മളത് വായിച്ചിരിക്കണം. അതായത് ഓരോ പോയിന്റ് പറയുന്ന സമയത്ത് ആ പോയിന്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള 4 ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാനുള്ള സമയമാണ്. സോ ഇവിടെ നമുക്ക് വേണം, നമുക്ക് എന്താ പറയുക, പഠിപ്പിച്ച് തരുന്ന സാധനം നമ്മൾ അതേപോലെ എക്സാമിന് ഓർമ്മിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ എക്സാം ആക്ച്വലി ഒരു മെമ്മറി ടെസ്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ എന്താണോ അത് നമ്മൾ ഓർമ്മിക്കാം. മെമ്മറി ടെസ്റ്റ്, മെമ്മറി ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ള ആളാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക. എക്സാക്ട്ലി. സോ അവിടെ അതല്ല, അവിടെ നമ്മൾ പറയുന്ന പോയിന്റിന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. അത് എവിടുന്ന് നമ്മൾ റെഫർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുന്ന സമയത്ത് ഈ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ വാസ്റ്റ് ആയിട്ട് വി ആർ ഗെറ്റിംഗ് ദ എക്സ്പോഷർ ഫോർ ഇറ്റ്. സോ ആ ഒരു ഇത് ഇപ്പോൾ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞല്ലോ, റിസർച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള എവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് ക്യാമ്പസാണ്. കേംബ്രിഡ്ജിനാണ്. ഓക്കെ. അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എക്സാക്ട്ലി ആ ഒരു ക്യാമ്പസിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കേംബ്രിഡ്ജ് സ്ഥലം കേംബ്രിഡ്ജ് ആണ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര എപ്പോഴും ടോപ്പ് ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസിൽ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന സമയത്ത് ആദ്യം, അതായത് ഞാനിങ്ങനെ കോളേജ് പഠിക്കുന്ന, അതായത് എഞ്ചിനീയറിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ സീനിയേഴ്സ് പുറത്തേക്ക് പോയി. ആ ഒരു സമയത്തൊക്കെ നമുക്ക് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഈ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ഇങ്ങനത്തെ കുറച്ച് യൂണിവേഴ്സിറ്റി ഡ്രീമാണ്, പല ആൾക്കാരുടെയും ഡ്രീമാണ്. അതെ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ റിസർച്ചിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞല്ലോ, കേംബ്രിഡ്ജ് അതെങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റുഡൻറ് സിറ്റി. UK തന്നെ സ്റ്റുഡൻറ് സിറ്റിയാണ്. കാരണം കേംബ്രിഡ്ജിൻ്റെ അണ്ടറിൽ കുറേ യൂണിവേഴ്സിറ്റീസ് അവിടെ പ്രസൻറ്റഡ് ആണ്. അതിൽ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയുള്ള ഇതാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത് കേംബ്രിഡ്ജിലാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള, അതായത് ആ സിറ്റിയിൽ നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. അതായത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം വി ആർ വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ ദ ഇൻ്റലക്ച്വൽ പീപ്പിൾ. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ജീനിയസ് വാക്കിംഗ് അറൗണ്ട് അസ്. നമ്മുടെ തന്നെ ഓറിയൻറ്റേഷനിൽ നമ്മുടെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി നിങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം ചിലപ്പോൾ ഫ്യൂച്ചർ പൊളിറ്റിക്സ് വലിയ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ക്യൂൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരായിരിക്കും, വല്ല ഫ്യൂച്ചർ പ്രിൻസൊക്കെ ആയിരിക്കും എന്നൊക്കെ അവർ പറയാറുണ്ട്. അതായത് അത്രയും ലൈക്ക് ദ സ്റ്റുഡൻസ് ദാറ്റ് വാക്ക് ഓവർ ദെയർ ലൈക്ക് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവില്ല, ദ വൈബ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദെയർ. അത് ഇസ് കൈൻഡ് ഓഫ് വെരി നമ്മൾ എവിടെയെങ്കിലും എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീൻ്റെ ലൈബ്രറി ഉണ്ട്, അതിൽ നമുക്ക് ആക്ച്വലി ഫ്രീ ആക്സസ് ആണ്. അതായത് ഹോൾ ലൈബ്രറി എല്ലാത്തിലും നമുക്ക് ഫ്രീ ആക്സസ് ആണ്. അതായത് കേംബ്രിഡ്ജിന്റെ ലൈബ്രറിയിൽ യെസ് നമുക്ക് ഫ്രീ ആക്സസ് ആണ്. അപ്പോൾ ഒരു വർഷം നമ്മൾ എത്ര കാലം സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു അത്ര കാലം നമുക്ക് അവിടെ ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എൻ്റെ വീടും അതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ലൈബ്രറി പോവും, അവിടെ ഇരുന്ന് നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ പക്ഷെ ആ ലൈബ്രറി പോകുന്ന സമയത്തും എനിക്ക് ഫീൽ ചെയ്യുക പക്ഷെ ഒന്നും അല്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ സ്റ്റുഡൻസില്ലേ ദേ ആർ വർക്കിംഗ് വെരി ഹാർഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം ആ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ലൈക്ക് എക്സ്പോഷർ കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വലിനെ മാറ്റും. എക്സാക്ട്ലി. നമ്മുടെ ദ വേ വി തിങ്ക് അബൌട്ട് ദ ലൈഫ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം, അല്ലെങ്കിൽ നമ്മൾ
എന്തെങ്കിലും ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ അതിലൂടെ അങ്ങോട്ട് നടന്നാൽ മതി, നമുക്ക് ആ ഒരു എനർജി സോ ദാറ്റ്സ് ഗുഡ്, റിയലി ഗുഡ്. യാ. അപ്പോൾ ഈ ഒരു പ്രീ ഡിപ്പാർച്ചറിൻ്റെ ടൈമിൽ ആസ് എ ഗേൾ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ജേർണീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ? അത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഓവർവെൽമിങ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. ഇപ്പോൾ ബാച്ചിലേഴ്സ് ചെയ്യാനുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആസ് എ ഗേൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഗേളിന് പറ്റില്ല എന്നുള്ള രീതിയിലല്ല, നമുക്ക് എന്തായാലും സൊസൈറ്റിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നും വിട്ടു നിന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളതും എന്താ പറയുക, ഈവൻ ബേസിക് സ്കില്ലായിട്ടുള്ള കുക്കിംഗ് എന്നുള്ളത് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഒരു വിശപ്പ് വന്ന് കഴിക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ പാക്കിംഗ് എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സാണ്. കാരണം നമ്മൾ ഇത്രയും കാലം അല്ലെങ്കിൽ ഇപ്പോൾ 21 ഇയേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു 23 kg ബാഗേജിൽ നമ്മളെടുത്ത് കൊണ്ടുപോകണം. അതിൽ എന്തൊക്കെ പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതും എനിക്ക് അതിപ്പോൾ കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മുടെ ലിസണേഴ്സിന് പറയാൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, അതായത് നമ്മുടെ ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മേജറായിട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുമല്ലോ. നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും ഒബ്വിയസ്ലി നമ്മുടെ വ്യൂവേഴ്സ് എന്നുള്ളത്. അവർക്ക് ഓക്കെ ഇന്ന കാര്യങ്ങൾ പാക്ക് ചെയ്താൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെന്തായാലും പാക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ കാര്യം. ആക്ച്വലി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് വെച്ചാൽ, ഞാൻ ഇതേപോലെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെ എടുക്കണം എന്നൊക്കെ. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ കുറേ ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈറ്റിലും അതേപോലെ തന്നെ ഏജൻസീൻ്റെ ഭാഗത്തു നിന്നായിട്ടും ഒരു ലിസ്റ്റ് അവർ ഫോം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾക്ക് ഇതിനേക്കാളും കൂടുതലാവും. പിന്നെ ലാസ്റ്റ് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കേസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമുക്ക് അവിടെയും കിട്ടുന്ന സാധനങ്ങളാണ്, പക്ഷെ നെസസറി ആയിട്ട് നമ്മൾ എന്തായാലും കയ്യിൽ കരുതേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ ഈ ട്രാവൽ അഡാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ അഡാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതായത് നമ്മളെല്ലാവരും ടെക് രീതിയിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ, അതായത് നമ്മുടെ ഇന്ത്യൻ അഡാപ്റ്റേഴ്സ് അവിടെ വർക്ക് ആവില്ല. അപ്പോൾ പോയ പാടെ തന്നെ നമുക്ക് ഇത് നെസസറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്തായാലും ഒരു 2-3 കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ജാനുവരി ഇൻടേക്കിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവില്ല, അവരെന്തായാലും കരുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തേർമൽസ്. അതായത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്നും പെട്ടെന്നൊരു കോൾഡ് ക്ലൈമറ്റിലേക്ക് പോകുന്ന സമയത്ത് അത് നമുക്ക് ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് തോന്നും. അപ്പോൾ തേർമൽസ് നമ്മൾ എന്തായാലും കയ്യിൽ കരുതണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബാക്കിയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗ്രോസറീസ് ഷോപ്പ് ഉണ്ടാവും. അവിടെ നമുക്ക് നാട്ടിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അത് വലിയ രീതിയിൽ ആൻഷ്യസ് ആവേണ്ട കേസില്ല. പക്ഷെ നമുക്ക് നെസസറി ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. അതായത് അവിടെ കിട്ടാൻ പോസിബിലിറ്റി ഇല്ലാത്തത്, അതല്ലാതെ നമ്മൾ വെറുതെ ഒരുപാട് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, മൂമിന ആസ് സ്റ്റഡി അബ്രോഡ് ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതൊക്കെ ചോദിക്കാനുള്ള ഒരു സ്പേസാണ്. ഓക്കെ, അപ്പോൾ അഞ്ജല പറഞ്ഞിരുന്നു ലൈക്ക് ഓൾമോസ്റ്റ് 2 years ഓഫ് ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ആസ്പിറൻസ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക ഈ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് അതിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങൾ നമുക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യാണ്ടാവും. പക്ഷേ ഈ ഒരു ഇനീഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് കടന്നു പോകേണ്ട സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലൈക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അബ്രോഡ് പോവുകയാണ് എന്ന ഡെസിഷൻ എടുക്കുന്നത് തൊട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഈ ഒരു ആൻഷ്യസ് തോട്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മളിപ്പോൾ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വി വോണ്ട് ദി ബെസ്റ്റ്, റൈറ്റ്? സോ അതിൽ നമ്മൾ കോഴ്സ് എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മൊഡ്യൂൾസ് നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്യുക. ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ, ഞാൻ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ കറൻ്റ്ലി പഠിക്കുന്ന സ്റ്റുഡൻസ്.
അപ്പോൾ അവരെ ലിങ്ക്ഡിൻ ത്രൂ ആയിട്ട് നമുക്ക് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽസ് കിട്ടും. സോ അങ്ങനെ ഞാൻ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നോക്കാറുണ്ടായിരുന്നു. കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഐ സ്റ്റാർട്ടഡ് ടു ബിൽഡ് നെറ്റ്വർക്ക്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ റിവ്യൂ നമുക്ക് കിട്ടും. സോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏജൻസീസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ കറൻ്റ്ലി പഠിക്കുന്ന കുട്ടികളെ അവർ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റീൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ IELTS ആണെന്നുണ്ടെങ്കിൽ IELTS മാൻഡേറ്ററി ഉള്ളതല്ല. ഇപ്പോൾ നമുക്ക് UK ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ IELTS ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാർക്ക് എന്നുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ആ ഒരു പ്രോസസ്സ് സ്മൂത്ത്ലി നടക്കും. പിന്നെ ഫിനാൻഷ്യൽസും UK കേസിൽ ലൈക്ക് നമ്മുടെ മെഡിക്കൽ ആയിട്ട് TB ടെസ്റ്റ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ ആ ഒരു പ്രോസസ്സ് ലൈക്ക് സ്മൂത്ത്ലി നടന്നു. പിന്നെ വിസ എന്നുള്ളതാണ്, അത് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ വിസയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ബിയോണ്ട് ദാറ്റ് നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചും കൂടെ അവിടെ എത്തിക്കഴിഞ്ഞാലേ അത് ഐ തിങ്ക് നമുക്ക് ലൈക്ക് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലൈക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ഇനീഷ്യൽ ഡേയ്സ് എല്ലാവരുടെ എക്സ്പീരിയൻസിലും നമ്മൾ കേൾക്കുന്നതാണ്. ഇനീഷ്യൽ ഡേയ്സ് സ്ട്രഗിൾ ആയിരുന്നു. അതായത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ അഷ്റഫ് സർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക ഈ ട്രോളിക്കൊക്കെ നമുക്ക് ട്രോളി അവിടെ നിന്ന് എടുത്ത് പോകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞപ്പോൾ കോയനെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് മാറിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതൊരു വലിയ പോയിന്റാണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്നും കറൻസി ചേഞ്ച് ചെയ്ത് പൗണ്ട് ആക്കിയിട്ട് കൊണ്ടുപോകും. പക്ഷെ പൗണ്ട് ആക്കി നമ്മൾ ലൈക്ക് കറൻസി ആയിട്ടേ മാറ്റുള്ളൂ. പക്ഷെ അത് കോയിൻസും കളക്ട് ചെയ്യേണ്ട ആവശ്യം. കാരണം നമുക്ക് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രോളി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു പുട്ട് കോയിൻ എന്നാലേ ട്രോളി കിട്ടുള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ ഇനീഷ്യലി എയർപോർട്ടിൽ എത്തുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വീട്ടിലൊക്കെ വിട്ടിട്ട് മാറി പോവാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഇതും കൂടി പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതുമല്ല നമ്മൾ ഒന്നും അറിയാത്ത ഒരു രാജ്യത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാണ്. ചില കേസസിൽ ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് അവിടെ അവർ എയർപോർട്ടിൽ നിന്നും ട്രാവൽ ചെയ്യുന്ന ചിലപ്പോൾ ബസ് ത്രൂ ആയിട്ടായിരിക്കും. പിന്നെ ചില ആൾക്കാർ പിക്കപ്പ് എന്നുള്ള രീതിയിൽ ഡ്രൈവേഴ്സൊക്കെ അവർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ലൈക്ക് ഒരു പരിചയമില്ലാത്ത നാട്ടിൽ എങ്ങനെയാണ് പോകേണ്ടത് എത്തണ്ടേ എന്നുള്ള അങ്ങനത്തെ ഒരു കുറേ ആൻഷ്യസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമുക്ക് എന്താ പറയുക, വൺസ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ചില സമയത്ത് ചില ആളുകൾക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് ചിലപ്പോൾ ഏജൻസീസ് ആണെന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ അത് ഈസിലി ചെയ്യും. പക്ഷേ ഐ വുഡ് സജസ്റ്റ് എവ്രി വൺ ടു ക്യാരി കോയിൻസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 പൗണ്ടെങ്കിലും കോയിനായിട്ട് വെക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. ദെൻ പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് എത്താൻ എന്നുള്ളത് അക്കോമഡേഷൻ ഇത് ഏതാ സ്ഥലം അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ എത്താന്നുള്ള. അപ്പോൾ അതേപോലെ തന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്, അതായത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബസ് പ്രിഫർ ചെയ്യുന്നത്, അതായത് അക്കോമഡേഷനിൽ ബസ് പ്രിഫർ ചെയ്യുന്ന കുട്ടികൾ യൂഷ്വലി ഡേ ടൈമിൽ അവിടെ റീച്ച് ചെയ്യുന്ന ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നൈറ്റ് എത്താതെ ഡേ ടൈമിൽ അവർക്ക് അപ്പൊ കുറച്ചുകൂടെ ക്യാബോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻസും അല്ലെങ്കിൽ നമുക്ക് ട്രെയിനോ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ നൈറ്റ് വരാന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവറിനെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആപ്പുകളുണ്ട്, ഇപ്പോൾ അവിടെ മാത്രം റൺ ആവുന്ന ചില ആപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മളെ കേംബ്രിഡ്ജിൽ മാത്രം റൺ ആവുന്ന ഒരു ടാക്സി ആപ്പ് എന്ന് പറഞ്ഞാൽ പാന്തറാണ്. ബട്ട് ഇറ്റ് ഡോണ്ട് വർക്ക് ഇൻ ലണ്ടൻ. പിന്നെ ലണ്ടൻ ടാക്സീസ്, അത് നമുക്ക് എല്ലാവർക്കും പിൻട്രസ്റ്റിൽ ലണ്ടൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ടാക്സി വരും. പക്ഷെ ആ ടാക്സി ആക്ച്വലി ഞാൻ ഈ പാന്തർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ വീട്ടിലേക്ക് 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. 150 പൗണ്ട്, അതായത് 15,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ഇവിടേക്ക്. പക്ഷേ ലണ്ടൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സെയിം റൂമിലുള്ള ഹൗസിലുള്ള ഒരു വ്യക്തിക്ക് 300 പൗണ്ടായി, അതായത് 30,000 രൂപയായി ഇവിടെ. അപ്പോൾ ലണ്ടൻ ടാക്സീസ് ആർ എക്സ്പെൻസീവ്. അതായത് നമ്മൾ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബുക്ക് ചെയ്യുന്ന, നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നമുക്ക് കാണും ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു ടാക്സി ഉണ്ട്. അവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ടാക്സിയാണ്. അങ്ങനത്തെ ടാക്സീസ് ഡബിൾ ദ ചാർജാണ്. അപ്പോൾ ഊബറോ അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പ് ത്രൂ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
ഓക്കെ. ഇപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അക്കോമഡേഷൻ കാര്യങ്ങൾ ഓൾറെഡി ഇവിടുന്ന് എങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്? അക്കോമഡേഷൻ്റെ കേസിൽ ഞാൻ പോകുന്ന ആ സമയത്ത് ഒരുപാട് സ്കാമുകൾ ഹാപ്പൻ ചെയ്യുന്നതായിരുന്നു. അതായത് നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ അവർ കാണിച്ചു തരും, എന്നിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യും, അവിടെ എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അങ്ങനത്തെ കുറേ സ്കാമുകൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് ഫസ്റ്റത്തെ ഒരു ഇനീഷ്യൽ വീക്കിൽ ഒരു ഹോട്ടൽ റൂമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലും ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു വീക്കിലേക്ക് ഹോട്ടലിൽ ബുക്ക് ചെയ്തായിരുന്നു. അവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇനീഷ്യൽ വീക്കിൽ വേറൊരു കൺസേൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക എന്നുള്ളതും, അതേപോലെ തന്നെ നമുക്ക് ബേസിക്കലി BRP എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് ഉണ്ട്. അതായത് അവിടെ നമ്മൾ അവിടുത്തെ വിസ ടെക്നിക്കലി പറഞ്ഞാൽ അത് ഈ BRP കളക്ട് ചെയ്യാൻ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മെയിലായിട്ട് വരും എവിടെ പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കളക്ട് ചെയ്യുക എന്നുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ട്രാവൽ എങ്ങനെ നമ്മൾ പോകും, അതായത് അതെ എനിക്കാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാം, എൻ്റെ സ്വന്തം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഐ നീഡ് മൈ ഗൂഗിൾ മാപ്പ് ടു ഫൈൻഡ് മൈ വേ ഹോം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് എന്ത് ട്രാവൽ ഓപ്ഷൻ എടുക്കും, അതായത് നടക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ബസ്സോ അല്ലെങ്കിൽ ഊബറോ അങ്ങനത്തെ രീതിയിലുള്ള പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഇനീഷ്യൽ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും യൂണിവേഴ്സിറ്റിയിൽ പോയി കാണാം. നമുക്ക് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 വീക്ക് ബിഫോർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ദെൻ ലേറ്റർ ഓൺ ഐ ഫൗണ്ട് അക്കോമഡേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് ലൈക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അതല്ല, യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ അക്കോമഡേഷൻസ് കിട്ടാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റിൻ്റെ അക്കോമഡേഷൻസ് കിട്ടാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഐ തിങ്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് യൂഷ്വലി പെട്ടെന്ന് ഫില്ലായി പോകും. അതായത് ഒരു 1 മന്തോ 2 മന്തോ ബിഫോർ നിങ്ങൾ ഇതാക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ അവിടെ പോയ സമയത്ത് ഞാൻ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അക്കോമഡേഷൻ ഡെസ്കിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ദേ ഓഫർ. അപ്പോൾ അങ്ങനത്തെ ഉണ്ട്. പക്ഷേ എന്നാലും ഐ വുഡ് പ്രിഫർ യു ബുക്ക് ദ അക്കോമഡേഷൻ അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മന്ത് ബിഫോർ ഹാൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളും. അതെ, എപ്പോഴും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം ഇൻ കേസ് നിങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിട്ടാണ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം ട്രാവൽ ഈസ് ഓൾസോ എക്സ്പെൻസീവ്. സോ നമ്മൾ വാക്ക് ചെയ്ത് പോകുന്നതും ട്രാവൽ ചെയ്ത് പോകുന്നത് അപ്പോൾ ചില ആൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീക്ക്ലി വൺസേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ചില ആളുകൾക്ക് 2 ദിവസം ഉണ്ടാവും. അതായത് അവിടെ ഹവർ ബേസ് ആണ്. അതായത് 2 ഹവർ 3 ഹവർ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ചിലപ്പോൾ 1 ഹവർ ആയിട്ടുള്ള 5 സെഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ഈ 5 സെഷന് 5 ഡേയിലും ആയിരിക്കാം. സോ അങ്ങനെയുള്ള കേസസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി 2 or 3 days ആണ്. പക്ഷെ എന്നാലും ചില കേസസുകൾ ട്രാവൽ ഉണ്ടായതുകൊണ്ട് അത് എക്സ്പെൻസീവ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസും കൂടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു സ്റ്റഡീസ്. ഓക്കെ, ക്ലാസ്സസ് ലൈക്ക് 1 day ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഒരു ബേസിക് ഡൗട്ടാണ്, നമുക്ക് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു ഫാക്കൽറ്റി ഭാഗത്തുനിന്ന് കിട്ടാറുള്ളത്? അത് ലൈക്ക് ദാറ്റ് ഈസ് റിയലി അവിടെ പോയ സമയത്ത് എനിക്ക് ഇനീഷ്യലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ള കേസ് എന്ന് വെച്ചാൽ നമുക്കൊരു ലൈക്ക് ഹോൾ മൊഡ്യൂൾ ട്യൂട്ടർ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളെ ട്യൂട്ടർ ഏതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. നമ്മുടെ പേഴ്സണൽ ട്യൂട്ടർ ആരാണെന്ന് അവരുടെ മെയിൽ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവില്ല, യൂഷ്വലി മെയിൽ ത്രൂ ആണ്. എന്നിട്ട് അവരെ ബുക്ക് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റിൻ്റെ ലിങ്കും നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ വീക്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ആക്ച്വലി. ഒന്നാമത്തെ ലൈക്ക് സ്റ്റഡീസ് എന്നുള്ളത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അസൈൻമെൻറ്റ്സ് ആണ്, ഈ അസൈൻമെൻറ്റ്സ് എങ്ങനെ ചെയ്യും, നമ്മുടെ നാട്ടിലെ അസൈൻമെൻറ്റ്സ് അല്ല. സോ അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ മാമിനെ ബുക്ക് ചെയ്തു. നമുക്ക് യൂഷ്വലി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 minutes അല്ലെങ്കിൽ മാക്സിമം 30 minutes ആണ് അപ്പോയിൻമെൻറ്റ് അവരുടെ അടുത്ത് കിട്ടുക. അതിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ ഒരു കൾച്ചറൽ ഡിഫറൻസും ഞാൻ വരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ഷീ വാസ് വെരി സപ്പോർട്ടീവ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഫോളോ അപ്പ് എടുക്കാനും ഷീ വാസ് റിയലി ഗുഡ്. സോ അങ്ങനത്തെ ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇത് അത്ര
യൂസ് ചെയ്യാറില്ല. ഹെസിറ്റന്റ് ആയിരിക്കും എങ്ങനെയാണ് ലൈക്ക് ഇത് ബുക്ക് ചെയ്യുക, അവരെങ്ങനെയായിരിക്കും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനത്തെ ചിലപ്പോൾ നമുക്ക് തോന്നുന്ന സില്ലി റീസൺസ് ആയിരിക്കാം. ലൈക്ക് കൾച്ചറൽ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ടെൻഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ ഷെയർ ചെയ്യാൻ ദേ റിയലി ഓപ്പൺ. ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ബ്രിട്ടീഷ് പീപ്പിൾ ആർ റിയലി നൈസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള വെച്ചാൽ ഭയങ്കര ദേ അഡ്രസ് യു ആസ് ലൈക്ക് ഡിയർ അല്ലെങ്കിൽ ഡാർലിംഗ് അല്ലെങ്കിൽ ലവ് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ദ വേ ദേ അപ്രോച്ച് യു, ദാറ്റ് ഈസ് വെരി കൈൻഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇനീഷ്യൽ ഇഷ്യൂസ് ഈസിലി അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. നേരത്തെ അക്കോമഡേഷൻ്റെ കേസ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ പറഞ്ഞൊരു കേസാണ് ഈ കൾച്ചറൽ ഡിഫറൻസസ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അക്കോമഡേഷൻ ചൂസ് ചെയ്ത സമയത്ത്, ഇപ്പോൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ പറയുന്ന സമയത്ത് വേറെ വേറെ ആൾക്കാരെ ഉണ്ടാവില്ല. ഐ മീൻ മേ ബി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ട് വെച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള അങ്ങനെയാണ് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അൻസിലയുടെ കേസ് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് കുറേ ഓരോ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓരോ സിറ്റീസിൽ നിന്നുള്ള ആൾക്കാരാണ്. എങ്ങനെയായിരുന്നു അതിനെ പറ്റിയിട്ടൊന്ന് പറയാനുള്ളത്? ദാറ്റ് ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാൻ എൻ്റെ പേർപ്പസ് ലൈക്ക് മിക്ക ആളുകളും ഇപ്പോൾ അബ്രോഡ് പോകുന്നതിൽ പല പേർപ്പസ് ഉണ്ടാവും. ചില ആളുകൾ സെറ്റിൽമെൻറ്റ് ആലോചിച്ചിട്ട് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില പല പേർപ്പസും ഉണ്ടാവും. പക്ഷേ ഫോർ മീ പേഴ്സണലി ഇറ്റ് വാസ് എഡ്യൂക്കേഷൻ. ഞാൻ പോകുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എൻ്റെ തന്നെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് അവിടെ അറിയുന്നതായിട്ടുള്ള ആളുകളില്ല, മുൻപ് പരിചയമുള്ള ഇതിൽ രീതിയിലുള്ള ആളുകളില്ല. പക്ഷെ എന്താ പറയുക, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രൂപ്പ് സർക്കിൾ ഉണ്ടാക്കുക, നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ആ സമയത്തും ഇനീഷ്യലി എനിക്ക് മലയാളീസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഐ ഡെന്റ് ഹാഡ് ഇനഫ്. ലൈക്ക് ഇനീഷ്യൽ വീക്കിൽ നമുക്ക് അക്കോമഡേഷൻ നോക്കുന്ന സമയത്ത് ഐ ഹാവ് കോണ്ടാക്റ്റഡ്. ബട്ട് അതിനുശേഷം മലയാളികൾ വേണ്ട, കംപ്ലീറ്റ്ലി വേറെ നോക്കാം എന്നാണോ? അങ്ങനെയൊന്നല്ല. അത്യാവശ്യം മലയാളികളെ ഇവിടെ അറിയാം. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ്, ഒരു ഇൻസ്റ്റാഗ്രാം റീലായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്, കുറച്ച് ഇന്ത്യൻസ് ആണ് മൊത്തം. കുറേ മലയാളീസ് കുറേ ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട്, നമ്മൾ ഇവിടുത്തെ ബസ്സിൻ്റെ കേസൊക്കെ അറിയില്ലേ, അതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കുറച്ചപ്പുറത്തായിട്ട് അവിടുത്തെ ബ്രിട്ടീഷ് പീപ്പിൾ ഉണ്ട്, അവരിങ്ങനെ നോക്കി നിൽക്കുന്നത്, ഇത് നോക്കി നിൽക്കുന്നത്, ഇവരിങ്ങനെ ടിക്കറ്റ് ഇറക്കി കയറാൻ വേണ്ടി നിൽക്കുന്നത്. ആ ഒരു കേസിൽ എന്താണ് കംപ്ലീറ്റ് മലയാളീസ് എന്നുള്ള രീതിയിൽ അത് മാറുകയാണ്. ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു മലയാളീസ് എന്നുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ എൻറ്റയർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മലയാളീസ് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോന്നുന്നു നമ്മൾ നാട്ടിൽ തന്നെയാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ സൈക്കോളജി എൻ്റെ ഫീൽഡിൽ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷെ അതിനേക്കാളും മോറോവർ എനിക്ക് ഏറ്റവും, ഞാനിപ്പോഴും അബ്രോഡ് സ്റ്റഡീസിൽ എന്താണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ഇറ്റ് വാസ് മൈ അക്കോമഡേഷൻ എന്നുള്ളതും അവിടുത്തെ ആളുകൾ വന്നാൽ. അത് യൂണിയൻ അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടായിരുന്നു, ഒരു 12 റൂമുള്ള വീട്, 12 ആൾക്കാർ, സിംഗിൾ റൂമാണ്. അപ്പോൾ പക്ഷേ ഇതിലൊരു ലൈക്ക് ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഒരാളും ഒരു കോമൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. എവ്രി വൺ ഈസ് ലൈക്ക് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. ലൈക്ക് ഇപ്പോൾ യു കെയിലുള്ള ആളുകളുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ യു കെയിൽ തന്നെ ഇംഗ്ലണ്ടിലുള്ള ആൾ, വെയിൽസിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഇപ്പം നൈജീരിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ലൈക്ക് ഇപ്പോൾ മ്യാൻമർ, അങ്ങനത്തെ രീതിയിലുള്ള ഇന്ത്യൻസിൽ തന്നെ നോർത്ത് ഇന്ത്യൻസ്, അതായത് മലയാളി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ നമ്മുടെ ഒരു സെയിം പ്രൊഫൈൽ വരുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല. അത് ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ഫാസിനേറ്റിംഗ് ഫോർ മീ. കാരണം ലൈക്ക് ഓരോ കൾച്ചർ പഠിക്കാനും ഓരോ ആളുകൾ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് എന്താണ് അവർ കോറായിട്ട് നമുക്ക് ഒരു ആൾക്കാരോ അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ആൾക്കാരെ നമ്മൾ അറിയാമെന്ന് പറയെങ്കിലും അവരുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് വി ഗെറ്റ് ടു നോ വാട്ട് എന്നുള്ളത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഈവൻ ഫുഡിന്റെ കേസിലാണ് ദ വേ വി ഷെയർ ഫുഡിന്റെ എക്സ്പ്ലോറേഷൻ എങ്ങനെയാണ്. ഇവൾക്ക് മലയാളി ഫുഡ് വേണം, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് വേണം, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് വേണം എന്ന് പറയുന്ന സമയത്ത് അവിടെ 12 പേരും 12 രീതിയിലുള്ള ഫുഡ് കഴിച്ച ആൾക്കാരാണ്. അതെങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ? ഇറ്റ് വാസ് ലൈക്ക്
ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാരെ ഫുഡ് പറയുന്ന സമയത്ത് നമുക്കറിയാം അവര് നമ്മുടെ സ്പൈസസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നമ്മളിപ്പോ നൈജീരിയൻസിന്റെ ഫുഡ് കേസ് നമുക്കൊരു അത് നല്ലതായിരിക്കോ എന്നുള്ള ഡൗട്ട്. പക്ഷെ ദ തിങ് ഈസ് ലൈക്ക് അവരുടെ ഫുഡ് ഈസ് വെരി ഗുഡ്, ലൈക്ക് റിയലി ഗുഡ്. അതായത് ലൈക്ക് ഇത് അവരുണ്ടാക്കുന്ന ചിക്കൻ ഐറ്റംസ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്പൈസി ഒരു മോഡറേറ്റ് ആ രീതിയിലാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ്. അപ്പം എന്താ പറയാ, നമ്മുടെ നാട്ടിലുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് കോമൺ ആയിട്ടുള്ളതുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ബനാന ചിപ്സ് ഉണ്ടല്ലോ, അതിന്റെ വേറെ തന്നെ അവർ പ്ലാന്റീൻ എന്ന് പറയും. ഒരു ഇതേപോലുള്ള ബനാന പോലെ തന്നെയാണ് അത് അവര് ഫ്രൈ ചെയ്തിട്ട് റൈസിന്റെ കൂടെ കഴിക്കും. ആക്ച്വലി ദാറ്റ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ലൈക്ക് നല്ല ടേസ്റ്റാണ്. മധുരവും നമ്മുടെ ഇതുമായിട്ട് അവർ റൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പൈസി റൈസാണ്. അപ്പൊ അതിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന അങ്ങനത്തെ രീതിയിൽ. പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ്, അതായത് ഇപ്പം ലൈക്ക് ചിക്കൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ട്രൈ ഔട്ട് ചെയ്യാനും ദേ ആർ വെരി ഇൻട്രസ്റ്റഡ്. സോ ആ ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ബാക്കിയുള്ളത് അറിയാം, അവർക്ക് നമ്മളുടെ അറിയാം, അങ്ങനെയുള്ള ഒരു നല്ല സ്റ്റഡീസ് മാത്രല്ല, ലൈക്ക് ഹോൾ ന്യൂ ലൈഫ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലരും നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ കാണുന്ന നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളത് ഉണ്ടാവും. നമ്മുടെ പോലെയുള്ള ആൾക്കാരെ സീക്ക് ചെയ്യാനായിരിക്കും നമ്മൾ ആദ്യം ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേരാം, അല്ലെങ്കിൽ കംഫർട്ട് സോൺ ആണ്. എക്സാക്ട്ലി. അതായത് ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മലയാളീസിനോട് മാത്രം കമ്പനി ആവാ എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് യു ഷുഡ് ഗോ ലൈക്ക് ഓപ്പൺ ടു എവരിവൺ. യെസ്, എക്സാക്ട്ലി. സോ ആ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ തന്നെ പോയിട്ടുള്ള ഫ്രണ്ട്സുകളാണെന്നുണ്ടെങ്കിലും വലിയതൊന്നുമല്ല, ഇവിടെ മൊത്തം മലയാളീസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഇന്ത്യൻസ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇഫ് യു ട്രൈ ടു ടോക്ക് വിത്ത് ദം, അവർ കൂടെ സംസാരിച്ചാലേ അവരെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ എത്തും. അതായത് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകളും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി അവിടെ. അപ്പോൾ ഒരുപാട് ഇവന്റ്സ് നടക്കാറുണ്ട്. നമ്മുടെ വീട് ആക്ച്വലി അവിടുത്തെ ഒരു ഫേമസ് റിവർ കിംബ്രിഡ്ജ് ചുറ്റും ഉള്ള ഒരു റിവറാണ്. ആ റിവറിന്റെ ഓപ്പോസിറ്റാണ്. സോ ദ വ്യൂ ഇറ്റ് സെൽഫ് ഇസ് റിയലി ഗുഡ്. പുറത്തൊരു പാർക്കായിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഒരുപാട് ഇവന്റ്സും നടക്കാറുണ്ട്. അപ്പം അങ്ങനെ പോയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ അവിടെ പോയതിനു ശേഷം ഒരുപാട് ലൈക്ക് ഐ വാസ് കൈൻഡ് ഓഫ് ആൻ ആംബിവേർട്ട്. കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻ ബിറ്റ്വീൻ ആണ്. പക്ഷെ അവിടെ പോയ സമയത്ത് ഐ ട്രൈ ടു യൂസ് മൈ ഹോൾ പൊട്ടൻഷ്യൽ. നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളവിടെ പോയതിന്റെ പേർപ്പസിൽ ഒന്നാണല്ലോ അത്. നമ്മുടെ ആസ് എ ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്യുക എന്നുള്ളത്. സോ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോ ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്സിന്റെ കേസ് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു എന്റർടൈൻമെന്റ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട് സർക്കിൾ ഈ 12 ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അതാണ് ഈ കൾച്ചറൽ ഡിഫറൻസ്. അതെ. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മള് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, എല്ലാവരും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഉണ്ടാവും കോമൺ ആയിട്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ചില ദിവസം അങ്ങനെയുള്ളത് ഉണ്ടാവും. പക്ഷേ അതല്ലാതെ നമുക്ക് വർക്ക് കൂടി വരുന്നുണ്ട്, പാർട്ട് ടൈം എന്നുള്ള ഓപ്ഷൻ. ഒരുമിച്ചൊരു ടൈം കിട്ടുക എന്നുള്ളത് ഭയങ്കര, അത് ചിലപ്പോ എല്ലാവരുടെ ഷിഫ്റ്റും കോമൺ ആയിട്ട് ഒരു സമയം കിട്ടുക എന്നുള്ളത് അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ വീക്കിലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ വീക്ക്, 2 വീക്കിന് ഇതില് നമുക്ക് എന്താ പറയാ ഒരു ഡേ ഒക്കെ എല്ലാവർക്കും കൂടി ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അതല്ലാതെ നമ്മൾ കിച്ചണിൽ പോകുമ്പോൾ ഇവരൊക്കെ കാണുന്നുണ്ട്, നമുക്ക് വലിയ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റ് നമ്മുടേതായിട്ടുള്ള കുറെ ഫണ്ടുകളുണ്ടല്ലോ, കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫണ്ട്, അങ്ങനത്തെ രീതിയിലുള്ളത് ഒക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു. നേരത്തെ പാർട്ട് ടൈമിന്റെ കേസ് ചോദിച്ചില്ലേ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അവിടെ പോയിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളത്. എങ്ങനെയായിരുന്നു പാർട്ട് ടൈം ഫൈൻഡ് ചെയ്ത്? എങ്ങനെയായിരുന്നു പാർട്ട് ടൈമിന്റെ കേസിൽ? ആക്ച്വലി പാർട്ട് ടൈമിന് അവിടെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിനെ തന്നെ ഒരു ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ത്രൂ നമുക്ക്, അല്ലെങ്കിൽ ARU ടെംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ അതെ, അതിന്റെ ഉള്ളിൽ ഇപ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ്, ഹാൻഡ് ഷേക്ക്, അങ്ങനത്തെ കുറച്ച് ആപ്പുകളുണ്ട്. അങ്ങനെ നമുക്ക് ജോബ്, അതായത് അത്യാവശ്യം നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി നമുക്ക് കിട്ടാനുള്ള എന്നുള്ളത്.
അതേപോലെ തന്നെ പിന്നെ നമുക്ക് ചില ആളുകൾ യൂഷ്വലി ചെയ്യാച്ച നമുക്ക് സിറ്റി സെന്റർ ഉണ്ട്, അതായത് സിറ്റിയിൽ ഒരുപാട് ഷോപ്പുകൾ ഓപ്ഷൻസ് ഉണ്ട്, അവിടെ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് അവർക്ക് പോയി സോറി എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ, അത് നമുക്കിപ്പോൾ വെയിട്രസ് ആയിട്ടോ അങ്ങനത്തെ രീതിയിലും അവിടെ ആക്ച്വലി ഒന്നും വലുത് ഒന്നും ചെറുത് ഒന്നുമില്ല, എല്ലാവരും ഓപ്പൺ ആണ്, ഏത് തരത്തിലുള്ള എല്ലാത്തിലും നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അവരെ കൺസൾട്ട് ചെയ്ത് ചോദിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ എന്നാലും ഏരിയ വൈസ് ഉണ്ട് കേട്ടോ, ചില ഏരിയാസിൽ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉള്ളതുണ്ട്, പക്ഷെ ചില ഏരിയാസ് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതുമായിട്ടുള്ളതുണ്ട്. ലണ്ടൻ ആവുമ്പോ കിട്ടാൻ ബുദ്ധിമുട്ട് എന്നുള്ള കേസ് കേട്ടിട്ടുണ്ട്. അപ്പോ അതായത് അവിടെ കുറെ ആൾക്കാർ ചില ഏരിയാസിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടുള്ള ചിലപ്പോ ഉള്ള കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കൺട്രി സൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉണ്ടാവും, അതായത് കുറച്ചുകൂടെ ഏരിയയിൽ അതെ അങ്ങനത്തെ രീതിയിലുള്ള ഇതുണ്ടാവും. അപ്പോൾ അവിടെ കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ സ്റ്റുഡൻസ് യൂഷ്വലി സിറ്റീസിൽ സ്റ്റേ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ദിവസം ഉണ്ടാവുള്ളൂ, ആ ഡേ ട്രാവൽ ചെയ്തിട്ട് അവർ കോപ്പ് ചെയ്യുന്ന കേസസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാർട്ട് ടൈം കൊണ്ട് നമ്മുടെ പാർട്ട് ടൈം കിട്ടുന്ന നമ്മുടെ ആ ഒരു സേവിങ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാർട്ട് ടൈം നമുക്ക് കിട്ടാവുന്ന ഏർണിങ്സ് ഉണ്ടല്ലോ, ആ ഏർണിങ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയത്? അതിന്റെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പാർട്ട് ടൈം വെച്ചിട്ട് നാട്ടിലേക്ക് അയക്കാനുള്ളതൊന്നും ഐ വോണ്ട് സേ, പക്ഷെ എന്നാലും നമുക്ക് അവിടെ പഠിച്ച് അത്യാവശ്യം സേവ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇത് ഞാൻ നാട്ടിൽ അയക്കാൻ പറ്റുന്നത് പറയുന്നത് നമ്മുടെ കേംബ്രിഡ്ജ് എന്നുള്ളത് സിറ്റി ബേസ് ചെയ്തിട്ട് മാത്രമാണ്. കാരണം കേംബ്രിഡ്ജ് ഈസ് കമ്പാരിറ്റീവ്ലി റിയലി എക്സ്പെൻസീവ്. അപ്പോൾ UK തന്നെ ലണ്ടൻ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് എക്സ്പെൻസീവ് സിറ്റി എന്ന് പറയുന്നത് കേംബ്രിഡ്ജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ അക്കോമഡേഷൻ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോൾ ലൈക്ക് വേറെ സിറ്റീസിലൊക്കെ നിൽക്കുന്ന ആളുകൾ നാട്ടിലേക്ക് അയക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ രീതിയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇതിൽ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കാരണം അക്കോമഡേഷൻ ഈസ് റിയലി എക്സ്പെൻസീവ് അവിടെ. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ഒരാളല്ലെങ്കിൽ അപ്പോഴും പുറത്തല്ലാതെ നമ്മൾ സെൽഫ് കുക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ സേവ് അപ്പ് സം മണി ഓൾസോ. നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഏത് തരത്തിലുള്ള പ്രിഫറൻസസ് ആണ് ബേസിക്കലി അതാണ് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുൾ പാർട്ടി എൻജോയ് പോഷ് ആണെന്നുണ്ടെങ്കിൽ നോ ദേ വോണ്ട് ബി. ബട്ട് ഇഫ് യു ആർ പേഴ്സൺ ഹു വിൽ സേവ് സംതിങ് യു കൻ ഷുവർ. ബേസിക്കലി അറ്റ് ദ എൻഡ് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് ലൈക്ക് റീപേ ചെയ്യാനൊക്കെ ഓൾമോസ്റ്റ് ഓരോ സ്റ്റുഡൻസിൻ്റെ ഒരു വേ ഓഫ് ലൈഫും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടും നമുക്ക് ഈ സേവിങ്സ് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കുറേ സ്റ്റുഡൻസ് ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു കാര്യം ഉണ്ടല്ലോ, എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ് നോക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ അതായത് ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് അതിലിപ്പം മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് യൂഷ്വലി 1 year ആണ് കോഴ്സായിട്ട് ഉണ്ടാവാം. പിന്നെ നമുക്ക് 2 years സ്റ്റേ ബാക്ക് ആയിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ആക്ച്വലി ട്യൂഷൻ ഫീ ഇല്ല, അടിക്കേണ്ടതായിട്ടുള്ള പേയ്മെന്റ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് പാർട്ട് ടൈം അല്ലാതെ ഫുൾ ടൈമും വർക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഐ എം തിങ്കിങ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു റിവ്യൂ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2 years നമുക്ക് ജോലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിനിമം പേ ആണെന്നുണ്ടെങ്കിൽ പോലും വിൽ ബി ഏബിൾ ടു റീപേ ഇറ്റ്. അതുപോലെ തന്നെ അവിടെ പോയി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവൽ വേറെ കൺട്രീസിലേക്ക്, അതായത് ഇപ്പോൾ UK BRP വെച്ചിട്ട് നമുക്ക് ഒരുപാട് കൺട്രീസസ് ട്രാവൽ ചെയ്യാൻ പറ്റും. മറ്റേ ഏതെങ്കിലും സിനിമ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, സിനിമ ഏതെങ്കിലാവട്ടെ, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഏതായിരുന്നു. അപ്പോൾ അതിൽ അവൻ പോലീസായിട്ട് ആക്ഷൻ ഹീറോ ബിജു, അതിൽ ഇവരിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു പട്ടീനെ വെച്ച് കടുപ്പിച്ച് വിടുന്ന സീനില്, പട്ടീനെ വെച്ച് കടുപ്പിച്ച് അങ്ങനെ ഒരു സീനുണ്ടല്ലോ. ആ ഒരു സമയത്ത് അവനെ വിളിക്കുന്ന സമയത്ത് പറയും, അപ്പോൾ കൂടെയുള്ള രാഷ്ട്രീയക്കാരൻ പറയും ഇന്ന് കാനഡയിലാണെങ്കിൽ നാളെ ഇവിടെ, മറ്റന്നാൾ എവിടെയായിരിക്കും. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ടിപ്പോ കാനഡ കാണാടോ എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു സീനുണ്ട്. അതേപോലെയാണോ? അതായത് ഇന്ന് ഒരു കൺട്രിയിലാണെങ്കിൽ ആക്ച്വലി അങ്ങനെ ട്രാവൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ, അതായത്
UK BRP അല്ലെങ്കിൽ അവിടുത്തെ വിസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ USA ആണെന്നുണ്ടെങ്കിലും കാനഡ ആണെന്നുണ്ടെങ്കിലും വിസ ട്രൈ ചെയ്തതിന് ദർ ഇസ് ഈസി പോസിബിലിറ്റി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ യൂറോപ്പ്, അതായത് ഷെങ്കൻ കൺട്രി നമുക്ക് കിട്ടിയ ഏകദേശം ഒരു ലൈക്ക് 26 ഐ തിങ്ക് 27 കൺട്രീസസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഷെങ്കൻ കൺട്രി എന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ അവിടെ എത്തിയതിനു ശേഷം അവിടെ ട്രാവൽ ചെയ്തില്ല, ലൈക്ക് റോഡ് ട്രിപ്സും കാര്യങ്ങളും പോയിട്ടുണ്ട്, പക്ഷെ കൺട്രി വൈസ് പോയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് നോട്ട് മൈ ഡയറക്റ്റ് ഫ്രണ്ട് ബട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട്, ആള് ലൈക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഷെങ്കൻ അടിച്ചിട്ടുള്ളവർ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്ക് അങ്ങനെ ഷെങ്കൻ ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിസ വെച്ചിട്ട് ആള് ലൈക്ക് നമുക്ക് ഈസിയാണ് അവിടത്തേക്ക് ട്രാവൽ എക്സ്പെൻസ്. കാരണം നമുക്ക് ഫ്ലൈറ്റിലേക്ക് ഷെങ്കൻ കൺട്രീസിലേക്ക് ഏകദേശം 16, അതായത് ഓഫ് ടൈമിലാണെന്നുണ്ടെങ്കിൽ 16 പൗണ്ട്, അതായത് 1600 രൂപക്കൊക്കെ ടിക്കറ്റ് കിട്ടും. അപ്പം നമുക്കൊരു 2 ഡേയ്സിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ പോയി വരാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഫ്രാൻസിൽ പോവാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജർമ്മനിയിലാണെന്ന് പറയുന്നത്, അതെ അവിടെ ആക്ച്വലി നമുക്കൊരു 2 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ വർക്കാണ് അത്. അതെ, അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റോറീസിലേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ നോർത്തേൺ ലൈറ്റ്സ്. ഞാൻ എനിക്ക് ഭയങ്കര എന്താണ് ഫാന്റസൈസ് ചെയ്യുന്ന ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു നോർത്തേൺ ലൈറ്റ്സും കാര്യങ്ങളും. അതൊക്കെ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം UK എനിക്ക് തോന്നുന്നു കുറേ വർഷമായി, ഇത് 19 വർഷത്തിന് ശേഷമാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് വിസിബിൾ ആവുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ പറയാ, നമ്മളും ഇതേപോലെ നമ്മുടെ ഒരു വിഷ് ലിസ്റ്റിലുള്ള സാധനമായിരുന്നു ഈ അറോറ കാണാ എന്നുള്ളത്, അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് കാണാ എന്നുള്ളതും. പക്ഷെ അത് നമ്മുടെ സ്വന്തം വീട്ടിന്റെ മുറ്റത്തിരുന്ന് കാണാൻ പറ്റും എന്നുള്ളത് നമ്മള് ആരും ആലോചിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഇത് വരുന്ന ഒരു ഡേ, ഇത് വരാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 19 ഇയേഴ്സിന് ശേഷമാണ്. അപ്പം അതിനൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല വരുമോ ഇല്ലയെന്നൊന്നും. നമ്മളിങ്ങനെ വരും എന്നാൽ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് കാണാം, അതായത് അത്യാവശ്യം ഇരുട്ടുള്ള സ്ഥലത്ത് പോയാലും ഇത് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെറുതെ ഒന്ന് ക്യാമറ എടുത്ത് നോക്കിയപ്പോഴുണ്ട് ഇത്. അപ്പൊ ദാറ്റ് മൊമെന്റ് വാസ് ലൈക്ക് റിയലി ഫെന്റാസ്റ്റിക് എന്ന് പറയാലോ. അതായത് നമുക്ക് ഈ അറോറൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ പറയാറുണ്ട് ആൾക്കാർ. അപ്പം ഈ ലൈറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ദാറ്റ് വാസ് ഒരു വിഷ് ലിസ്റ്റ്, ഒരു ടിക്കറ്റ് ഇടാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. ഓക്കെ, സോ എന്താണ് സ്റ്റഡി എബ്രോഡ് എന്നുള്ള രീതിയിൽ, സ്റ്റഡി ഇന്ത്യയിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ മുമ്പ് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. എന്താണ് തോന്നുന്നത് അതായത് സ്റ്റഡിങ് എബ്രോഡിനെ പറ്റിയിട്ട്? ലൈക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അതായത് ലൈക്ക് പല തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് പല പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തുനിന്നും പല ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്. ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയും, അതേപോലെ തന്നെ ലൈക്ക് ഇങ്ങനെ ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി. അപ്പോൾ ലൈക്ക് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഡ്രീമാണ്. അപ്പോൾ നേരത്തെ റോഡ് ട്രിപ്സിന്റെ കേസ് പറഞ്ഞല്ലോ, അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ അതിനെ പറ്റി ചോദിക്കാനുണ്ടായി. അത് ആക്ച്വലി നമ്മുടെ നാട്ടില് ലൈസൻസ് ഉള്ള, ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അപ് ടു 1 ഇയർ നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട്, ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് അപ് ടു 1 ഇയർ വർക്ക് ചെയ്യാൻ പറ്റും, ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടുത്തെ ലൈസൻസ് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും ഒരു ലൈസൻസ് ഇല്ലാത്ത ആളുകളെക്കാളും നമുക്ക് ലൈക്ക് അവിടെ സെഷൻസ് ഉണ്ടാവും, മാൻഡേറ്ററി ആയിട്ട് ഇത്ര ലേണിംഗ് എടുക്കണം എന്നൊക്കെ. അതിന് പേയ്മെൻറ്റും വരുന്നുണ്ട്. പക്ഷെ അത് ഈ ലൈസൻസ് ഉള്ള ആളുകൾക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല, അതായത് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളുകൾക്ക്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇപ്പോൾ കാറൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിവിടുത്തെ ഭയങ്കര പ്രീമിയം കാറൊക്കെ ആക്ച്വലി നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര പൈസ കുറഞ്ഞിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു കോഴ്സ്? കഴിഞ്ഞില്ലല്ലോ? ഇല്ല, ഈ സെപ്റ്റംബറിലെ കഴിയും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഹോൾ എക്സ്പീരിയൻസ്, അതായത് സ്റ്റഡി എബ്രോഡ് എക്സ്പീരിയൻസ്? അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് മെല്ലെ പോയിന്റ് അപ്പ് ചെയ്യാം. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക്
ചെറിയൊരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ? അത് വലിയൊരു കാര്യമാണ്, നമുക്ക് കുറെ പറയാനുള്ള കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി ഷെയർ ചെയ്തു, എങ്ങനെയാണ് പോയെന്നുള്ളത്. പക്ഷെ ഒരു ചെറുതാക്കി പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വിൽ ഗെറ്റ് ടു നോ ദ എവറി പോയിന്റ് അല്ലെങ്കിൽ എവറി ആസ്പെക്ട് അല്ലെങ്കിൽ എവറി പെർസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്. സ്റ്റഡീസിന്റെ കേസിലാണ് നമ്മുടെ നാട്ടില് ഈ മെമ്മറി ടെസ്റ്റിനേക്കാളും ഞാൻ അങ്ങനെ കുറച്ച് പറയല്ല, പക്ഷെ അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയാം. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ ഇതിനെ കുറിച്ചിട്ടും വാസ്റ്റ് ആയിട്ട് പഠിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു നോളജാണ് അത്. നമുക്ക് പിന്നെ നമ്മൾ ഒരിക്കലും അത് മറന്നു പോകില്ല. സോ ആ ഒരു കാര്യമാണ് സബ്ജക്ട് വൈസ് പറയുന്നത്. അതല്ലാതെ ആസ് എ ഹ്യൂമൻ ബീങ് ദ വേ വി ഇവോൾവ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളിപ്പോൾ ഒരു വാട്ടർ ഇവിടെ കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിൽ വീൽ ബി ലൈക്ക് ഓക്കെ എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് എന്തായാലും അവർ താങ്ക് യു പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ സോറി ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ ദേ വിൽ സേ, നമ്മള് 3-4 പ്രാവശ്യം കണ്ടിന്യൂസ്ലി വിൽ സേ സോറി. അതുണ്ട് നമ്മുടെ നാട്ടില് ഹൂ കെയർസ് എന്നുള്ളൊരു മോഡാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ നമുക്കായിട്ട് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിഹേവിയേഴ്സും ആക്ഷൻസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ബൈ ദി പ്രോസസ് നമ്മൾ ലേൺ ചെയ്തെടുക്കും. അതല്ലാതെ മോറോവർ നമ്മുടെ ആസ് എ ഇൻഡിവിജ്വൽ വിൽ ഗ്രോ എ ലോട്ട്. ആസ് ഇൻ കേസ് ഓഫ് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, അത് ദാറ്റ് നമുക്ക് സംതിങ് ദാറ്റ് ഐ കാൺ പുട്ട് ഇൻ ടു വേർഡ്സ്. അത് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ യെസ്, അപ്പോൾ നമ്മൾ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡിൽ വന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ UK പോയിട്ടുണ്ടായിരുന്നു, ലൈഫ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പിലേക്ക് കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ കിട്ടി. ആസ് എ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിനും കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. സോ എന്താണ്, താങ്ക്സ് ഫോർ കമ്മിങ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.